വാർത്തകൾ വിശദമായി നോക്കാം. നടൻ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന ചലച്ചിത്രത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ചിഹ്നം ദുരുപയോഗം ചെയ്തതായി പരാതി. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ NIA നിയമ നടപടി ആരംഭിച്ചു. ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ ഇരുന്ന് NIA അധിക്ഷേപിച്ചെന്ന് കാട്ടി പ്രതിരോധ മന്ത്രാലയത്തിന് NIA പരാതി നൽകി. പ്രേക്ഷകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ 27-നാണ് എമ്പുരാൻ തിയേറ്ററുകളിലെത്തിയത്. തൊട്ടുപിന്നാലെ വിവാദങ്ങൾക്കും തിരികൊളുത്തപ്പെട്ടു. അവസാനം റീസെൻസറിങ്ങും കഴിഞ്ഞു. എന്നാൽ ചിത്രമുയർത്തിയ കോലാഹലങ്ങൾ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എമ്പുരാനിൽ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ചിഹ്നം ഉപയോഗിച്ചതിനെതിരെ കടുത്ത നിലപാടുമായി ഏജൻസി രംഗത്ത് വന്നു. ചിത്രത്തിൽ പ്രതീകാത്മകമായി തയ്യാറാക്കിയ വാഹനത്തിന് മുന്നിൽ NIA ഔദ്യോഗിക ചിഹ്നവും പതിച്ചിരുന്നു. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരവിരുദ്ധ ഏജൻസിയെ ചിത്രത്തിന്റെ വിജയത്തിന് വേണ്ടി വലിച്ചിഴച്ചു എന്നാണ് NIA പറയുന്നത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും NIA വ്യക്തമാക്കി. ചിത്രത്തിൽ 2 മണിക്കൂറും 8 മിനിറ്റും 10 സെക്കൻഡും പിന്നിടുന്ന വേളയിലാണ് NIA ചിഹ്നം പതിച്ച വാഹനം എമ്പുരാന്റെ ഭാഗമാകുന്നത്. ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് പദവിയിലുള്ള മോഹൻലാലിനെതിരെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിലും പരാതി എത്തിയിട്ടുണ്ട്. സേനയുടെ ഭാഗമായ താരം രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസിയെ അധിക്ഷേപിച്ചുവെന്നും കോഴിക്കോട് സ്വദേശി മിഥുൻ വിജയകുമാർ നൽകിയ പരാതിയിൽ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.